ഫ്രണ്ട്സ്, നമുക്കതിനായിട്ട് ആവശ്യമായി വരുന്നത് പേപ്പറാണ്, ന്യൂസ് പേപ്പർ. അപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പർ നേരെ പകുതിയൊക്കെ മടക്കാം. മടക്കിയിട്ട് നമുക്ക് നീളത്തിലൊരു കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കത്രിക ഉപയോഗിച്ച് മുറിക്കണതാണ് അത്. അത്രയും തടി വേണ്ടെന്നാവും, അതുകൊണ്ടാണ് ഞാൻ അത്രയും തടി കുറച്ച് മുറിക്കുന്നത്. മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മുറിച്ച് കഴിയുമ്പോൾ ഒരു സൈഡിൽ മടങ്ങിയിരിക്കണത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ആ മടങ്ങിയിരിക്കുന്ന സൈഡും കൂടി ഒന്ന് മുറിക്കണം. അപ്പോൾ മുറിച്ച് കഴിയുമ്പോൾ ഇത്രയുള്ള ഒരു കഷ്ണമായിട്ട് കിട്ടും. ഇതുപോലെ 10-20 ഉണ്ട്. ഇത് ഒരു ന്യൂസ് പേപ്പറിൽ തന്നെ കിട്ടും നമുക്ക്. അതുകൊണ്ട് നമ്മളൊരു ഈർക്കിൽ എടുക്കണം. ഈർക്കിലെടുത്തിട്ട് നേരിയൊരു കോലുപോലേക്ക് എടുക്കണം. ഞാൻ ഒരു ഈർക്കിൽ എടുത്തിട്ട് ആ കോണറിൽ വെച്ച് ഉരുട്ടിയെടുക്കുകയാണ്. അതെന്തായാലും കുഴപ്പമില്ല, നേരി എന്തെങ്കിലും കമ്പിയായാലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് റൗണ്ടായി കിട്ടാൻ വേണ്ടിയാണ് നമുക്ക്. ഞാൻ ഉരുട്ട് തുടങ്ങി. ആ ഉരുട്ടനുസരിച്ച് ഈർക്കിലങ്ങനെ നീക്കി പുറത്തോട്ടാക്കി കളയണം. ഇപ്പോൾ ഉരുട്ടിക്കഴിഞ്ഞ് ഇനി ഉരുട്ടിക്കാനായിട്ടുള്ള അടുത്തുള്ള പണി എന്ന് പറയുന്നത് ആ കോണറിൽ കുറച്ച് പശയിട്ടതാണ്. പശയിട്ട് അത് മടക്കി നമുക്ക് ഒട്ടിക്കാം. പശ ഒട്ടിച്ചിട്ട് ആ ഈർക്കിൽ മാറ്റി ഞങ്ങൾ വെക്കാം. ഞാൻ ഇപ്പോൾ ഇതുപോലെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല സൈസായിട്ടായി കിട്ടിയേക്കുന്നത്. നമ്മളൊരു ബുക്കിൽ വല്ല ഏത് ബൈക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ, ആ ബൈക്കിൻ്റെ പടം വരക്കണം. ഞാൻ ഇപ്പോൾ KTM ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ആ ബൈക്കിൻ്റെ വീലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ സ്റ്റിക്ക് പോലത്തെ സാധനം ഉരുട്ടിയെടുക്കണം. പിന്നെ ആ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്തത് തീർന്നു പോയാൽ അടുത്തത് ജോയിൻ ചെയ്ത് വലുതാക്കി എടുക്കണം. നമ്മൾ എന്നിട്ട് ആ വണ്ടിയുടെ ആ പടം വരച്ച ഇതിൽ വെച്ച് നോക്കണം, പടത്തിൽ വെച്ച് നോക്കണം എന്തോരമായി സൈസായാന്ന്. എന്നിട്ട് ഇപ്പോൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ പശ തേച്ച് അതിൻ്റെ അറ്റം ഒന്ന് ഒട്ടിക്കണം. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടാക്കണം, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിൽ ഫ്രണ്ടിൽ വീലിൻ്റെ പണി കഴിഞ്ഞ് ഞാൻ ഫ്രണ്ടിൽ നിന്ന് കവറായിരിക്കുന്ന ആ ബോർഡിൻ്റെ വർക്കാണ്. അതായത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് കാർഡ്ബോർഡിൻ്റെ പീസാണ്. കാർബണിൻ്റെ പീസ് എടുത്ത് വേണം ആ കവറിന് ചെയ്യാൻ. അത് പേപ്പറായാലും കുഴപ്പമില്ല, നമ്മളത് ഇപ്പോൾ പേന വെച്ച് വരയ്ക്കുകയാണ് അതിൽ. എന്നിട്ടിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് 2 എടുക്കണം. അപ്പുറത്ത് സൈഡിൽ വെക്കാനായിട്ടാണത്. ഇനി വീലും വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയായിരുന്നു. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കണതാണ് ഞാൻ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതിൻ്റെ അകത്ത് ആരും കാണാനൊന്നുമില്ല, ഒന്ന് വേർതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അകത്തോട്ട് സാധനങ്ങളൊക്കെ വെക്കുന്നത്. വെക്കാതെ ഉണ്ടാക്കാം നമുക്ക്. അറ്റത്ത് പശ തേക്കണം. അപ്പം നമ്മുടെ ടാങ്ക് റെഡി ആയിട്ടുണ്ട്. ടാങ്ക് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുറിച്ച് വെച്ച കാർഡ്ബോർഡ് വെച്ച് നോക്കുമ്പോൾ അടിപൊളി വണ്ടിയുടെ ലുക്കൊക്കെ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് മടക്കിയൊക്കെ കൊടുക്കാം, നല്ല ഷേപ്പൊക്കെ വരുള്ളൂ ബൈക്കിൻ്റെ. അവനകത്തത്തെ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അതിൻ്റെ. എന്നിട്ട് ആ ബോർഡൊന്ന് വെച്ച് നോക്കണേ. അടിപൊളിയായില്ലേ, അടിപൊളി. വളച്ച് കൊടുത്തപ്പോൾ അതിൻ്റെ ഷെയ്ഡൊക്കെ ഒന്ന് പൊളിയായിട്ടുണ്ട്. ഞാൻ വർക്കെന്ന് പറയുന്നത് അതിൻ്റെ അകത്തത്തെ കമ്പി പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അത് നമ്മൾ പേപ്പറിൻ്റെ സ്റ്റിക്ക് എടുത്ത് ഉണ്ടാക്കി നേരിയതൊക്കെ ചുറ്റിയിട്ടുണ്ട് ഒരെണ്ണം. അത് മുറിച്ച് അതിൻ്റെ ഒപ്പം വെച്ച് സ്റ്റിക്ക് കമ്പിയുടെ ഇതുപോലെ വെക്കും. ഞാൻ കണ്ടിട്ടുണ്ടാവും അത്. ഇപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളാ. ചെയ്തതിനിപ്പോൾ പുളിയായി. പിന്നെ ഇനി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഫ്രണ്ടിലത്തെ വീല ചെയ്തേക്കണത് അത് ഷോക്ക് അബ്സർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പേപ്പർ തന്നെ വെച്ചിട്ട് ഭാഗം 1-2 മടക്കണം.
അത് പിന്നീട് മനസ്സിലാവും നിങ്ങൾക്ക് എന്തിനാണ് മടക്കിയതെന്ന്. എന്നിട്ട് അവിടെ മാസ്ക് ഉണ്ടായപ്പോൾ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കണം. എന്നിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം, വെറുതെ വെച്ച് നോക്കാം. എന്നിട്ട് ആ മടക്കിയ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായില്ല, അവിടെ ഒട്ടിക്കാനായിട്ടാണ് നമ്മളത് മടക്കിയത്. ഇപ്പോൾ ആ കാർഡ്ബോർഡ് പീസും കൂടി വെച്ച് നോക്കിയാൽ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൈക്ക് ഏകദേശമൊക്കെ റെഡിയായി. ബാക്കിലത്തെ സീറ്റിൻ്റെ പണിയാണുള്ളത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ബാക്കിലത്തെ വീലും കൂടി ഫിറ്റ് ചെയ്യാനുണ്ട്. ആ വീൽ ഫിറ്റ് ചെയ്യാനാണ് ഞാൻ. അതുപോലെ 2 കഷ്ണമാണ് എടുത്തോളാം. അപ്പുറത്തിപ്പുറത്തെ വീലിൽ ഒട്ടിച്ചിട്ട് നമുക്കതിനോട് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബാക്കിലെ സീറ്റിൻ്റെ വർക്ക് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി. അതൊന്ന് ഫിറ്റ് വെച്ച് നോക്കുമ്പോൾ റെഡിയായി. നമ്മൾ അതിനു വേണ്ടി വരച്ചാൽ റെഡിയാവും. ഇനി ആ കാർഡ്ബോർഡ് വെച്ച് ഞാൻ 2 പേപ്പറിന് ഇത് കീറിയിട്ടുണ്ടായിരുന്നു. ആ കീറിയത് ഇപ്പോൾ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാം. നമുക്ക് കാർഡ്ബോർഡിൻ്റെ ആവശ്യം വേണമെന്ന് ഫസ്റ്റ് അത് സെറ്റപ്പൊക്കെ ചെയ്യാനായിരുന്നു. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ്ബോർഡിൻ്റെ ആവശ്യം പിന്നെ ലാസ്റ്റാണ് വരുന്നത്. പിന്നെ ഒരു പേപ്പറിൻ്റെ കട്ടിങ്സ് വേണം. ഇപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹാൻഡിലൊക്കെ പിടിപ്പിച്ച്, ബാക്കിൽ മൽക്കടൊക്കെ പിടിപ്പിച്ച്, പിന്നെ ടാങ്കൊക്കെ ഡിസൈൻ ചെയ്ത് എടുക്കണം. കുറച്ച് വർക്കൊക്കെ ഉണ്ട്. അതൊന്നും ഞങ്ങളിപ്പോൾ കാണിക്കുന്നില്ല. ടൈം കുറച്ച് ശോകമാണ്, നീട്ട് പോവും. അതുകൊണ്ട് ഞാനൊന്നും കാണിക്കണില്ല. പിന്നെ ഞാനൊരെണ്ണം വേറെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. സെമി ഡിസൈനിങ് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതിൽ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ലുക്കായത്. ഇതിൽ ടാങ്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിലത്തെ കമ്പിക്കൊക്കെ റോസ് കളർ വന്നപ്പോൾ റെഡിയായത്.